Good morning. പേരുണ്ട് 44 പേരുണ്ട് അല്ലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോ എടുത്തുകൊണ്ടിരുന്നത് ഏതായിരുന്നു? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലെ. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്. ഓർക്കുന്നുണ്ടോ എവിടെ വരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സുഖമാണോ? ആണ്, കുഴപ്പമില്ല. കേട്ടിരിക്കുന്നു. നമ്മള് CGHS കാർഡ് അതല്ലേ പറഞ്ഞോണ്ടിരുന്നേ? അതിന്റെ ഓരോ കളേഴ്സും ടെക്സ്റ്റ് എടുക്കുക. പേജ് നമ്പർ എത്രയാണ് നിങ്ങളുടെ? 7 ആണോ? 7. ഓക്കെ, ഓക്കെ, ശരി. What is a CGHS കാർഡ്? CGHS എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം കാർഡ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. നമുക്ക് എന്തൊക്കെയാ പറഞ്ഞത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഓൾ CGHS ബെനിഫിഷ്യറീസ് അണ്ടർ ഡിപെൻഡൻസ്. CGHS ബെനിഫിഷ്യറീസ് അവരുടെ ആശ്രിതർക്ക് ഒരു ഫോട്ടോ പതിച്ച ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിനാണ് CGHS കാർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ടാവും? ഒരു യുണിക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും. നമ്മള് ഏതിനകത്താണ്? റേഷൻ കാർഡില് റേഷൻ കാർഡ് നമ്പർ, നമ്മുടെ ആധാറിലെ ആധാർ നമ്പർ ഇല്ലേ? അതുപോലെ അവിടെ ഒരു ഐഡന്റിറ്റി നമ്പർ നമുക്ക് ഉണ്ടാവും ആ ഒരു കാർഡില്. which an individual must show to CGHS facilities at any point. അപ്പൊ ഇതിന്റെ നമുക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ കാർഡ് കാണിക്കണം, നിർബന്ധം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, റേഷൻ കടയിൽ നമ്മൾ പോയാൽ റേഷൻ കാർഡ് കാണിക്കണം, റേഷൻ കാർഡ് വേണം. അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അക്ഷയയിൽ നമ്മൾ പോവാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ട് അവർ ചോദിക്കും, ആധാർ ചോദിക്കും. അതോടെ CGHSന്റെ എന്തെങ്കിലും ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ കാർഡ് നമ്മൾ അവിടെ കാണിക്കണം. This card is white with a varying color strips at the top of the top that present in the card holders. ഈ കാർഡിന്റെ കളർ വൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്? അതിനകത്ത് പലതരത്തിലുള്ള പല കളേഴ്സിലുള്ള സ്ട്രിപ്സ് ഉണ്ട്, വരകളുണ്ട് അതിന്റെ ടോപ്പില്. ആ കാർഡ് വൈറ്റ് കാർഡാണ്, പക്ഷെ അതിന്റെ ടോപ്പിൽ എന്തുണ്ട്? പല കളറിലുള്ള വരകളുണ്ട്. അത് ആരെയാണോ ആ കാർഡ് ഹോൾഡേഴ്സ് അവര് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ബാസ് ആ വരകൾ അവിടെ നോക്കിയിട്ടാണ്, അതിന്റെ കളർ നോക്കിയിട്ടാണ് കാർഡ് ഹോൾഡർ ആരാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അവരുടെ സ്റ്റാറ്റസ്, കാർഡ് ഹോൾഡർ സ്റ്റാറ്റസ്. സോ ദിസ് സ്ട്രൈപ്പ് ക്യാൻ ബി എനി ഓഫ് ദ ഫോളോയിങ് കളേഴ്സ്. ഈ താഴെ പറയുന്ന ഏതെങ്കിലും കളേഴ്സിലൊക്കെ ആകാം. ഒന്നാമത്തെയാണ്. അപ്പൊ അതിനകത്ത് ചോദിക്കാട്ടോ, ആ CGHS കാർഡിലുള്ള ആ വരകളുടെ കളറുകൾ കോമൺ ആയിട്ട് ഏതൊക്കെയാ? യെല്ലോ കളർ ഉണ്ട്, ബ്ലൂ കളർ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. 4 കളേഴ്സ് ആണ് അവിടെ പറയുന്നത്. ഇതിനകത്ത് ഇല്ലാത്ത കളറൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. യെല്ലോ ആ കാർഡ് ഹോൾഡർ ഏത് കാർഡ് ഹോൾഡർ ആണ്? ഈ ജേർണലിസ്റ്റ് ഓഫ് ആൻ ഓട്ടോണമസ് കമ്പനി, ഒരു സ്വയംഭരണ കമ്പനിയുടെ ജേർണലിസ്റ്റ്. ജേർണലിസ്റ്റിനെയാണ് യെല്ലോ. അപ്പൊ നമ്മുടെ വൈറ്റ് കാർഡാണ്. വൈറ്റ് കാർഡിന്റെ മുകളില് യെല്ലോ വരകളാണെങ്കിൽ ആ യെല്ലോ കളർ ആ കാർഡ് ഹോൾഡർ ആരാണ്? ജേർണലിസ്റ്റ് ആണ്. രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞത് ബ്ലൂ കളർ. ബ്ലൂ കളർ ആരാ? സർവിങ് ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയി ആണ്, സേവനം ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയിനെ കാണിക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് അറിയാലോ, ആ കാർഡിലെ വരകൾ നോക്കിയാൽ മതി. ബ്ലൂ കളർ ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ആ കാർഡ് ഹോൾഡേഴ്സിന്റെ സ്റ്റാറ്റസ് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. റെഡ് കളറോ? എ മെമ്പർ ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിലെ മെമ്പർ, അവർക്കാണ് ആ റെഡ് കളറ്. അടുത്ത് നോക്കിയ ഗ്രീൻ കളർ, എ പെൻഷനർ, ex-MP, റിട്ടയർഡ് പേഴ്സണൽ ഓഫ് ഓർ എ ഫ്രീഡം ഫൈറ്റർ. സ്വാതന്ത്ര്യ സമര സേനാനികളോ റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തികളോ, ex-MP, മെമ്പർ ഓഫ് പാർലമെന്റ്, ex-MP, മുൻ MP, മെമ്പർ ഓഫ് പാർലമെന്റ്,
പിന്നെ അടുത്തത് എ പെൻഷനേഴ്സ്. ഇവരെല്ലാവരെയും കാണിക്കുന്ന ആ കാർഡ് ഹോൾഡേഴ്സ് കാണിക്കുന്ന കാർഡിലെ സ്ട്രൈപ്പിന്റെ കളർ ഏതാണ്? ഗ്രീൻ ആണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഏതെങ്കിലും നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓരോ കളർ തന്നിട്ട് ആ കാർഡ് ഹോൾഡേഴ്സ് ഏതാണെന്നുള്ളത് ചോദിക്കാം കേട്ടോ. അതോടെ നോക്കുക, യെല്ലോ ജേർണലിസ്റ്റ്, ബ്ലൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയി, സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, റെഡ് ആണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ്, green card pensioner, except retired personnel or a freedom fighter, സ്വാതന്ത്ര്യ സമര സേനാനികൾ. CGHS card have validity until a beneficiary's retirement date. എത്ര നാൾ വരെ ഉണ്ടാക്കുക അതിന്റെ വാലിഡിറ്റി? അവർക്ക് റിട്ടയർഡ് ചെയ്യുന്നത് വരെ, റിട്ടയർമെന്റ് ഡേറ്റ് വരെ, എന്താണോ നമ്മൾ റിട്ടയർഡ് ആവുന്നത് അന്ന് വരേക്കും ആ കാർഡിന്റെ വാലിഡിറ്റി ഉണ്ട്. To extend its validity post retirement. ഇനി റിട്ടയർമെന്റിന് ശേഷം നമുക്ക് അതിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 1 must make his or her contribution a year before the completion. ആ റിട്ടയർഡ് ആവുന്ന അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള വർഷം എന്ത് ചെയ്യണം? അത് ഒരു കോൺട്രിബ്യൂഷൻ നടക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കാർഡിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. നോർമലി നമ്മൾ ഏതാണ് റിട്ടയർമെന്റ് ഡേറ്റ് വരെ നമുക്ക് ആ കാർഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിന്റെ വാലിഡിറ്റി ഉള്ളൂ. റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് നമുക്ക് സാധാരണ രീതിയിൽ ആ കാർഡിന്റെ വാലിഡിറ്റി ഉള്ളത്. എന്നാൽ നമുക്ക് ഇനി വേണമെങ്കിൽ ആ കാർഡിന്റെ വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെ? റിട്ടയർമെന്റിന് ശേഷവും നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെയാ? നമുക്ക് നമ്മുടെ ജോലി പൂർത്തിയാകുന്നതിന് മുന്നത്തെ വർഷം നമുക്ക് അതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാം. അപ്പൊ നമുക്കത് കുറച്ച് നാളും കൂടി നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആ കാർഡിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനും പറ്റും. അങ്ങനെയുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ നോക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY. അങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എക്സ്പാൻഡഡ് ഫോം ചിലപ്പോ അങ്ങനെ നമുക്ക് ചിലപ്പോ അറിയുന്നില്ല. RSBY കാർഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. RSBY രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെച്ചോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എക്സ്പാൻഡ് RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY. The രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY, is a health insurance policy introduced on 1st April 2008. 2008 ഏപ്രിൽ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് RSBY എന്ന് പറയുന്നത്. RSBY രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഡേറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. 1st April 2008. 2008 ഏപ്രിൽ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് RSBY എന്ന് പറയുന്നത്. Introduced by the Ministry of Labour and Employment. ആരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്? തൊഴിൽ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The Government of India to provide health insurance coverage for below poverty line. BPL ഫാമിലിക്ക് അങ്ങനെയല്ലേ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത RSBY കാർഡ്. നമ്മുടെ കൂട്ടത്തിലുണ്ട് RSBY കാർഡ് ഒക്കെ ഉള്ളവര്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുകയാണ്. ആർക്ക്? ഫോർ ബിലോ പോവർട്ടി ലൈൻ, BPL ഫാമിലിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്. BPL ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് ആണ് ഈ RSBY എന്ന് പറയുന്നത്. And launched especially for people who are working in the unorganized sectors of India. ഇന്ത്യയിലെ അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന BPL ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് അതാണ് RSBY എന്ന് പറയുന്നത്. RSBY കാർഡുകളില്ലേ BPL ഫാമിലിക്ക് കവറേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ, ആർക്കാന്നുള്ളത്.
മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റും ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, അത് രണ്ടും അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാ? ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഫോർ ബിലോ പ്രോവർട്ടി ലൈൻ, BPL ഫാമിലി. പ്രത്യേകം പറയട്ടെ അവിടെ, BPL ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അത്. അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ അസംഘടിതമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, BPL ഫാമിലിക്ക്. ഇനി നോക്കിയേ, is the coverage available to the beneficiaries of the രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിഷ്യറീസ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. കവറേജ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. അതിന്റെ ആ കവറേജിന്റെ കാര്യങ്ങളാ പറഞ്ഞേക്കണേ. എന്തിനൊക്കെ അവിടെ ആ കവറേജ് കിട്ടും, അതുവഴി നമുക്ക് അതിന്റെ ബെനിഫിഷ്യറീസിന് നമുക്ക് ലഭ്യമായിട്ടുള്ള കവറേജുകൾ, ഹെൽത്ത് കവറേജുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അത് നോക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, എ സം ഇൻഷ്യൂർഡ് ഓഫ് 30,000 for a worker in the unorganized sector and their families. അതായത് വർഷത്തില് എത്ര രൂപ വരെ അവര് കവറേജ് കൊടുക്കുന്നു? എ സം ഇൻഷ്യൂർഡ് എത്രയാ? 30,000. 30,000 രൂപ വരെയും വർഷത്തിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ആ ബെനിഫിഷ്യറീസിന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. അതായത് ഒരു വർഷത്തില് 30,000 രൂപ വരെയും കവറേജ് കൊടുക്കുന്നുണ്ട്. കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പിന്നെ എന്താ, ഹോസ്പിറ്റൽ ചിലവുകള്, അതിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. RSBY കാർഡ് ഉള്ളവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? അങ്ങനെയാണെങ്കിൽ അവരോട് ഇപ്പൊ നമുക്ക് ചോദിക്കാലോ, ഹോസ്പിറ്റൽ കവറേജ് കിട്ടുന്നുണ്ടോ? ഉള്ളവരാരും ഇല്ലേ നമ്മുടെ കൂട്ടത്തില്? ഇപ്പൊ എത്ര പേരുണ്ട്? 42 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആർക്കും ഇല്ലേ RSBY കാർഡ്? ആരും ഇല്ല? അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിക്കാലോ, ബെനിഫിഷ്യറീസിന് എന്തൊക്കെ അവൈലബിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് ഞാൻ എന്താ പറയാ, അവർക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടോ, അത് കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ഹോസ്പിറ്റൽ ശരണ്യക്ക് ഉണ്ട്. ഓക്കെ, എന്നിട്ട് അതിന്റെ കവറേജ് എങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വന്ന പൈസ ഉണ്ട്, ശരണ്യരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് കിട്ടിയോ നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. എന്നിട്ട് RSBYയുടെ ഇത് ഇൻഷുറൻസ് കവറേജ് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഓക്കെ ശരണ്യ പറഞ്ഞു അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കിട്ടിയത് ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങളോട് ഉള്ള ആളുകളാകുമ്പോ, കിട്ടിയ ആളുകളാകുമ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ ചോദിക്കാലോ, മറ്റുള്ളവർക്കും കുറച്ചും കൂടി അറിയാൻ പറ്റുമല്ലോ, എക്സ്പീരിയൻസ് ഉള്ളവര്. ഓക്കെ, അപ്പൊ ശരണ്യ പറഞ്ഞതിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആതിരയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കവറേജ് കിട്ടിയത്. അപ്പൊ നേരത്തെ പറയണതല്ല, എന്ത് ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കിട്ടുന്ന ആതിര സജിത്ത്, ആതിരയുടെയും അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ RSBYയുടെ ഇത് കിട്ടിയിട്ടുണ്ട്, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്കാനിങ്ങിനും മെഡിസിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്കാനിങ് മെഡിസിനും ഒക്കെ, എക്സ്റേ, ശരണ്യ എക്സ്റേക്കും അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ചെലവുകളും കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കിയാൽ കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, ഇനി നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങളില്ലേ അതിനുള്ള കവറേജും കിട്ടുന്നു. കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, മുമ്പ് ഉണ്ടായിരുന്ന രോഗങ്ങളായിക്കോട്ടെ, അത് അവിടെ മാറ്റി ില്ല. RSBYയുടെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? RSBY അതിനും കൂടി കവറേജ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മുന്നിലുള്ള അസുഖമാണ്, അസുഖം വന്ന പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിന് കവറേജ് കൊടുക്കുന്നുണ്ട്. കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു 1000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകൾ, ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ടോ ശരണ്യെ, അതിനെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 1000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് കിട്ടും അതിന്റെ കവറേജ്. പിന്നെ അടുത്തത് ക്യാഷ്ലെസ് ഇൻഷുറൻസ്, ഡിസ്ചാർജ് ടൈമിൽ കിട്ടി. ഓക്കെ, എന്താണ് ഡിസ്ചാർജ് ടൈമില് എന്താണ് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഒരു എമൗണ്ട് അങ്ങനെയാണോ? 1000 രൂപ കിട്ടില്ലേ? ശരിയാണ്.
ഇത് വെറുതെ പറയുന്നല്ലോ കേട്ടോ. ശരണ്യ പറഞ്ഞു, അതിന് പറഞ്ഞു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രാവലിംഗ് ഇല്ലേ, അതിന് 1000 രൂപ ഡിസ്ചാർജ് ചെയ്ത് പോന്നപ്പോൾ കിട്ടിയെന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ്. ക്യാഷ് ഇല്ലാത്തത്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കേണ്ട വന്നില്ല അല്ലെ, ക്യാഷ്ലെസ് ആണ്. ലാസ്റ്റ് ഡിസ്ചാർജ് സമ്മറി സബ്മിറ്റ് ചെയ്തപ്പോ ഇത് ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്. എന്തെങ്കിലും പൈസ കൊടുക്കണം നമ്മള്, ക്യാഷ്ലെസ് ആണ്. അതായത് നമ്മൾ പ്രീമിയം ആയിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾ അടയ്ക്കണ്ടോ? ഇല്ലല്ലോ, ഇല്ല. പ്രീമിയം പൈസ മന്ത്ലിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അടയ്ക്കണ്ട. ഇതെന്താണ്? ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്. ഇതൊക്കെ RSBYയുടെ ഒരു പ്രത്യേകതകളാണ് ഈ പറയുന്നത്. ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്. പ്രീമിയം നോക്കി ഒരു ചെറിയ എമൗണ്ട് ഇവിടെ പറയുന്നല്ലേ. അതായത് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലാണെങ്കിൽ വേറെ പൈസയായിട്ട് നിങ്ങളൊന്നും അടയ്ക്കേണ്ടി വന്നില്ലല്ലോ അല്ലേ, പൈസ ഒന്നും അടയ്ക്കേണ്ടി വന്നിട്ടില്ല. വേണ്ട, പൈസ ആയിട്ട് അടയ്ക്കണ്ട. ചിലതൊക്കെ നമ്മള് ക്യാഷ്ലെസ് അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഓൾറെഡി ഹോസ്പിറ്റലിൽ നമ്മളെ പേയ്മെന്റ് നടത്തിയിട്ട് പിന്നെ ആയിരിക്കും ഇൻഷുറൻസിന് കിട്ടുന്നത്. പക്ഷെ അങ്ങനെയല്ലാന്ന് ഈ RSBY എന്ന് പറഞ്ഞാൽ ക്യാഷ് ഒന്നും വേണ്ട ഹോസ്പിറ്റലില്. നമുക്ക് RSBYയുടെ കാർഡ് മാത്രം മതി. ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. പിന്നെ ഒരു ചെറിയ എമൗണ്ട് അവിടെ പ്രീമിയം പറയുന്നത്. നോക്കിയേ, പ്രീമിയമോ മാത്രം. ഓക്കെ, അടുത്ത നോക്കിയേ, ടെസ്റ്റ് പുറത്തേക്ക് എങ്ങാനും ടെസ്റ്റിലൊക്കെ എഴുതി തന്നാൽ മാത്രം. അടുത്ത നോക്കിയേ, എ പ്രീമിയം ഓഫ് 30 പെർ ആനം. പെർ ആനം എന്ന് പറഞ്ഞാൽ പെർ ഇയർ ആണ് കേട്ടോ. ഒരു വർഷത്തിൽ എത്ര രൂപ പ്രീമിയം അടച്ചാൽ മതി? വർഷത്തിലാണെന്ന് ഓർക്കണം. എത്രയാ? 30 രൂപ കേട്ടോ. ഒരു പ്രതിവർഷം നമ്മൾ 30 രൂപ അടച്ച് RSBYയില് നമുക്ക് ഭാഗമാകാൻ പറ്റുന്നത്. 30 രൂപ എന്ന് പറഞ്ഞ ഒരു വർഷത്തില് ഒന്നുമില്ല അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ പറയാ, ഇതൊന്നും വേണ്ട അവിടെ കേട്ടോ. പ്രതിവർഷം 30 രൂപയാണ് പ്രീമിയം വരുന്നത്. വർഷത്തില് നമുക്ക് 30 രൂപ അടച്ച് RSBYയില് ഭാഗമാകാം. ഇവിടെ വേറെ ഇൻഷുറൻസ് ഒക്കെ എടുത്തവര് പറയുന്നല്ലോ, മന്ത്ലി അവർക്ക് പ്രീമിയം 15,000 രൂപയൊക്കെ അടയ്ക്കണവരുണ്ടല്ലോ മാസം ഇല്ലേ. നമ്മളിത് പറഞ്ഞു തുടങ്ങിയപ്പോ ഹെൽത്ത് ഇൻഷുറൻസിന് പറഞ്ഞപ്പോ പ്രൈവറ്റ് ഇൻഷുറൻസിലൊക്കെ അല്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ വർഷത്തിന് 30 ഉണ്ട് പറഞ്ഞിരുന്നു. ശരിയാ, നമ്മൾ പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. 15,000 രൂപയൊക്കെ മന്ത്ലി പ്രീമിയം അടച്ചു പോകണവരുണ്ട്. ഒരു വർഷത്തിൽ നമുക്ക് 30 രൂപ അടച്ച് ഈ RSBYയില് ഭാഗമാക്കാൻ പറ്റും. വർഷത്തിന് 30 രൂപ അടച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര രൂപ വരെ കിട്ടും? 30,000 രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് എമൗണ്ട് കിട്ടും. ഹോസ്പിറ്റൽ ചെലവുകൾക്കുള്ള കവറേജ് കിട്ടും. എല്ലാ ഡിസീസുകളും, നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ രോഗങ്ങൾക്കും കവറേജ് കിട്ടും. പിന്നെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ്, അതായത് നമുക്ക് വീട്ടിലേക്കൊക്കെ പോരാനൊക്കെ ഉള്ള എമൗണ്ട് 1000 രൂപ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കിട്ടും. ഇവിടെ ശരണ്യ ഉണ്ടായിരുന്നു, ഡിസ്ചാർജ് സമ്മറി കൊടുത്തു കഴിഞ്ഞപ്പോഴേ നമുക്ക് 1000 രൂപ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് കിട്ടിയിരുന്നു. പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്. പൈസ ഒന്നും ഹോസ്പിറ്റലിൽ നമ്മൾ അടയ്ക്കേണ്ട, ക്യാഷ്ലെസ് ആണ്. പിന്നെ അടുത്തത് പ്രീമിയം പറയുന്നത് ഒരു വർഷത്തില് 30 രൂപ അടച്ചാൽ മതി. ക്ലിയർ ആണോ? നോക്കിയേ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് RSBYയില് ബെനിഫിഷ്യറീസിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് കിട്ടും. ഓക്കെ അല്ലേ? 6 പോയിന്റ്സ് ആണ്. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ അതിനകത്ത് നമ്മൾ RSBYയുടെ എക്സ്പയർഡ് ഫോം നോട്ട് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് പറഞ്ഞു, 1 April 2008 പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അത് നോക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു BPL ഫാമിലിക്ക്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. RSBY എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, BPL ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതാണ്. ഇനി ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ RSBYയുടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതാണ് 6 പോയിന്റ്സ്. അത്രയ്ക്ക് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്, അതിന് എക്സാമ്പിളുകൾ പേര് മാത്രം പഠിച്ചാൽ. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന്, അതിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഏതൊക്കെയാ? സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG മെഡി കെയർ പ്ലാൻ, റിലയൻസ്
Critical Illness Insurance, Manipal Cigna Pro Health Insurance, Bajaj Alliance Health Card, Bharati AXA Smart Super Health Plan. അത് കുറച്ച് എക്സാമ്പിൾ ആണ്. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിന് എക്സാമ്പിളുകളാണ് കേട്ടോ പറഞ്ഞേക്കണേ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, ആ പേരുകൾ മാത്രം നോക്കി വെച്ചാൽ മതി. അപ്പൊ അതിനകത്ത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഏതൊക്കെയാണെന്നോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നോ ചോദിക്കാം, പേര് മാത്രം നോക്കുന്നുള്ളൂ നമ്മൾ കേട്ടോ. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ TPA for health insurance. Third party administrator for health insurance, TPA. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അവിടെ പഠിച്ചു വെക്കണം TPAയുടെ എക്സ്പാൻഡഡ് ഫോം ഏതാ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് TPA എന്ന് പറയുന്നത്. ഇനി TPA എന്ന് പറഞ്ഞ ആരാ? ഈസ് എ കമ്പനി. ഒരു കമ്പനി ആകാം, അല്ലെങ്കിൽ ഏജൻസി ആകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകാം, ഒരു സ്ഥാപനം ആകാം. ദാറ്റ് ഹോൾഡ് എന്തിനുള്ള സ്ഥാപനം? ദാറ്റ് ഹോൾഡ് എ ലൈസൻസ് ഫ്രം ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ടു പ്രോസസ് ഈ ക്ലൈംസിനെ നടപ്പിലാക്കാനായിട്ട് ലൈസൻസ് ഉള്ള ഇൻഷുറൻസ് കമ്പനികളോ ഏജൻസിയോ സ്ഥാപനങ്ങളെയോ നമുക്ക് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം, TPA എന്ന് പറയാം. ഓക്കെ, അത് നമ്മുടെ എന്താ പറയാ, ഈ ലൈസൻസ് നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഈ ക്ലൈം പ്രോസസ്സിന് ലൈസൻസ് കിട്ടിയിട്ടുള്ള കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ ആകാം. That got the license from എവിടെ നിന്ന്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി IRDA-യിൽ നിന്ന് ലൈസൻസ് കിട്ടിയിട്ടുള്ള കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ ഇതിന് പ്രോസസ് ക്ലൈം പ്രോസസ്സിന് ഇൻ അഡിക്ഷൻ ടു അതിന്റെ ഒപ്പം തന്നെ അഡിക്ഷൻ ടു പ്രൊവൈഡിംഗ് ക്യാഷ്ലെസ് ഫെസിലിറ്റി ആസ് ആൻ ഔട്ട്സോഴ്സിംഗ് എൻറ്റിറ്റി ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ആൻഡ് സെലക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ ഫോർ ഇൻഷുറൻസ് കമ്പനീസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഔട്ട്സോഴ്സിംഗ് സ്ഥാപനമായിട്ട് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾക്കായിട്ട് ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലുകളെ തിരഞ്ഞെടുക്കുന്നതിനും പുറമെ എന്താ പറഞ്ഞേക്കുന്നേ, അതിന് പുറമെ ഈ IRDA-യിൽ നിന്ന് ഇൻഷുറൻസിന് ലൈസൻസ് ഉള്ള കമ്പനിയോ ഏജൻസിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ആകാം TPA എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് സെന്റൻസ് ഒരു സെന്റൻസ് ഉള്ളൂ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഡാഷ് ഈസ് എ കമ്പനി ഏജൻസി ഓർഗനൈസേഷൻ that hold a license from IRDA. അത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. IRDA-യുടെ ലൈസൻസ് ഹോൾഡ് അത് അതിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ് അല്ലെ. ക്ലൈം പ്രോസസ്സിന് ലൈസൻസ് കിട്ടിയിട്ടുള്ള കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ. അതിന്റെ ഒപ്പം തന്നെ എന്തുകൂടി ചെയ്യുന്നുണ്ട് അവര്? ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങള്, ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങൾക്കായിട്ടുള്ള ക്യാഷ്ലെസ് സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്കായിട്ട് ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളതും കൂടി ചെയ്യുന്നുണ്ട്. TPA's function as an intermediary between insurance provider and the insured. അണ്ടർലൈൻ ചെയ്തിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡറും ഇൻഷുർഡ് തമ്മിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ആര്? TPAs എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഇൻഷുറൻസ് തരുന്നത് ആരാ? ഇൻഷുറൻസ് കമ്പനിയല്ലേ. അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്കും നമ്മൾക്കും ഇൻഷുർഡിനും ഇടയില് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് TPA. നമ്മൾ ചിലപ്പോ ഡയറക്റ്റ് നമ്മൾ എന്താ പറയാ ഈ ഏജൻസി വഴിയായിരിക്കും ഇൻഷുറൻസ് എടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ ആ ഏജൻസി അല്ലെങ്കിൽ കമ്പനി അപ്പൊ അല്ലാതെ നേരിട്ട് ഇൻഷുറൻസ് ഇതായിട്ടല്ല, ചിലപ്പോ അതിന്റെ ഏജന്റ് വഴിയൊക്കെ ആയിരിക്കും നമുക്ക് ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. അപ്പൊ ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞത് ആരാണ്? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? കമ്പനിയാണ്. ഇൻഷുറൻസ് കമ്പനി.
ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് നഷ്ടം കിട്ടുന്ന ആള്. നമ്മള് ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് നമുക്ക് പൈസ കിട്ടില്ലേ, വ്യക്തി നഷ്ടപരിഹാരം കിട്ടുന്ന ആളാണ് ഇൻഷുർഡ്. അപ്പൊ നമ്മൾക്കും ആ ഇൻഷുറൻസ് കമ്പനിക്കും ഇടയിലുള്ള ആളാണ് ആര്? TPA. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചത് കേട്ടോ. Dash act an intermediary between the insurance provider and the insurer. മനസ്സിലായില്ലേ? ഇൻഷുറൻസ് കമ്പനിക്കും ഇൻഷുർഡിനും ഇടയിൽ നിൽക്കുന്ന ആള്, ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ആര്? TPA എന്ന് പറയുന്നത്. That stakeholders involved are as follows. ഈ TPA-യിലെ TPA-യുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പങ്കാളികള് ആരൊക്കെയാണ്? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. The stakeholders involved are as follows. അപ്പൊ ഒരു TPA എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു? എന്താ? ഇൻഷുറൻസ് പ്രൊവൈഡർ, അതായത് ഇൻഷുറൻസ് കമ്പനിക്കും ഇൻഷുർഡിനും ഇടയില് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നവരാണ് TPA എന്ന് പറയുന്നത്. ഇനി TPA ഈ ഇന്റർമീഡിയറ്റ് ഇടയിൽ നിൽക്കുന്നത്, ഇടനിലക്കാരൻ പോലെ നിൽക്കുന്നത്. ഓക്കെ, ഇനി അവർക്കിടെ പങ്കാളികൾ ആരൊക്കെയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കണേന്ന് നോക്കിയേ. ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ആരാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? കമ്പനിയാണോ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. ഹെൽത്ത് കെയർ നമുക്ക് തരുന്നത് ആരാ? ആരോഗ്യ പരിചരണം. ഹോസ്പിറ്റല്. ഓക്കെ, ഹോസ്പിറ്റലാണ്. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആരാ അവിടെ? ഹോസ്പിറ്റല്. ദെൻ പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡർ ആരാ? പേഷ്യന്റ് അല്ലേ? അപ്പൊ ഇൻഷുറൻസ് ആ കമ്പനി, പിന്നെ അടുത്തത് നമ്മുടെ ഹോസ്പിറ്റല്, പോളിസി ഹോൾഡർ. ഇത് മൂന്നും ഏതാ? ഈ TPA-യുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അത് മൂന്നും നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഈ TPA ഇവര് പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചേ, നമ്മുടെ ഒരു ഏജൻസിയാണെന്ന് വിചാരിക്കുക. അപ്പൊ TPA ആരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കണം? ആരുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കണം? നമ്മുടെ കമ്പനി വേണം, ഇൻഷുറൻസ് കമ്പനിയായിട്ട് അയാൾക്ക് റിലേഷൻ വേണം, ആ ഹോസ്പിറ്റലുമായിട്ട് റിലേഷൻ വേണം, ഇനി ആ പേഷ്യന്റുമായിട്ട് റിലേഷൻ വേണം. അപ്പൊ TPA-യുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡർ. ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറഞ്ഞാലാണ് ഹോസ്പിറ്റലാണ്, പോളിസി ഹോൾഡർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. ഇവര് മൂന്ന് പേരുമായിട്ട് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അത് മൂന്നും നോട്ട് ചെയ്തോട്ടോ. ഇനി അടുത്തത് നോക്കിയേ. Who all are there in a TPA and what do they do? ഇനി TPA-യില് ആരൊക്കെയാണ് വരുന്നേന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ TPA-യുടെ കസ്റ്റഡിയില് ഉള്ളത് ആരൊക്കെയാണെന്ന് നോക്കിയേ. അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻസ് ഓഫ് IRDA-യുടെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് TPA should have maintained their own in-house medical doctor. അപ്പൊ TPA ആരെ പരിപാലിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം? IRDA-യുടെ റെഗുലേഷൻസ് അനുസരിച്ച് ഒരു TPA ഇവരെ മെയിൻറ്റെയിൻ ചെയ്യണം. ആരെ? മെഡിക്കൽ ഡോക്ടറിനെ, രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ വേണം. മെഡിക്കൽ ഡോക്ടറെ മെയിൻറ്റെയിൻ ചെയ്യണം. ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പെർട്ട്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽ ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ. ഇവരെ എല്ലാവരെയും TPA മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. ഇവർക്ക് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാനായിട്ട് TPA-യുടെ കസ്റ്റഡിയില് ഇവരെല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യണം. ആരൊക്കെയാണെന്ന് പേരുകൾ നോട്ട് ചെയ്ത് വെച്ചേ. മെഡിക്കൽ ഡോക്ടർ ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജേഴ്സ് ഉണ്ട്, ലീഗൽ എക്സ്പെർട്സ് ഉണ്ട്, ഇൻഷുറൻസ് കൺസൾട്ടൻസ് ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ് ഉണ്ട്, മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇതൊക്കെ രണ്ടാമത്തെ പോയിന്റ് എന്താ? The team of these professionals liaison with the customers for streamlining the claim process and make sure that there are no false claims and also limit unwanted treatment. Thus, enhancing quality of services will eventually lead to lower insurance premium. Okay,
The theme of this professional liaison with the customers. ഈ പ്രൊഫഷണൽസ് ആരുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം? പേഷ്യൻസുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് വേണം, നല്ലൊരു ബന്ധം വേണം. എന്തിനു വേണ്ടി ബന്ധപ്പെട്ടിരിക്കുന്നു? കസ്റ്റമേഴ്സും അതിന്റെ പേഷ്യൻസും. അപ്പൊ ഈ കുറച്ച് ടീമുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ TPA മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീമുകൾ പറഞ്ഞില്ലേ, ഇവര് ഈ പേഷ്യൻസുമായിട്ട് എന്ത് ചെയ്യുന്നു? നല്ല ബന്ധപ്പെടുന്നു. അതുമായിട്ട് നല്ലൊരു ബന്ധം വേണം. എന്തിനു വേണ്ടി? ഫോർ സ്ട്രീം ലൈനിങ് ദ ക്ലൈം പ്രോസസ്. അല്ലേ? ഇവരല്ലേ ക്ലൈം ഒക്കെ എന്താ പറയാ, കുറച്ച് സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞ എന്താ? ലളിതമാക്കുക. സ്ട്രീം ലൈനിങ് ലളിതമാക്കാൻ, ക്ലൈം പ്രോസസ് സിമ്പിൾ ആക്കാനും, and make sure that there are no false claims. തെറ്റായ ക്ലൈമുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുന്നതിനും, ഓൾസോ ലിമിറ്റ് അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്, അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അങ്ങനെ ലിമിറ്റ് ചെയ്യാനും പരിമിതപ്പെടുത്താനും, ആൻഡ് ദസ് എൻഹാൻസിങ്, അങ്ങനെയുള്ള ആ ഹോസ്പിറ്റലിന്റെ സർവീസിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനും, എൻഹാൻസിങ് മെച്ചപ്പെടുത്തുക, ഓഫ് സർവീസസ് വിച്ച് ഇവൻച്വലി ലീഡ് ടു, അങ്ങനെ വരുമ്പോ എന്താ? ഇതിലേക്ക് നയിക്കും? ലോവർ ഇൻഷുറൻസ് പ്രീമിയം, ഒടുവിൽ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കുന്നതിലേക്കും നയിക്കും. ക്വാളിറ്റി ഓഫ് സർവീസസ് മെച്ചപ്പെടുത്തുന്നു, അതിന്റെ ഫലമായിട്ട് എന്താണ്? അതെന്തിലേക്ക് നയിക്കും? ലോവർ ഇൻഷുറൻസ് പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം കുറയുന്നതിലേക്കും നയിക്കും. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ TPA മെയിൻറ്റെയിൻ ചെയ്തത് ആരാ? ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, പേരുകളൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ അതിന് മുന്നേ നമ്മൾ പറഞ്ഞത് TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണുള്ളത്, അതും നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഈ TPA ഉണ്ടല്ലോ, വെറുതെ ചെയ്യണതല്ലോ, ഒരു സർവീസ് മാത്രമല്ല, ഫീസ് വേണം അല്ലേ? The TPA accept fees from the insurance provider. ഇൻഷുറൻസ് പ്രൊവൈഡറിൽ നിന്ന് എന്താണ്? ഈ TPA ഫീസ് മേടിക്കും. അല്ലാതെ വെറുതെ ഒരു സർവീസ് ആയിട്ട് ചെയ്യുന്നതാണോ? അല്ല. ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ആരാ? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും TPA ഒരു ഫീസ് മേടിക്കുക. ഇടനിലക്കാരനായിട്ട് നിൽക്കണല്ലേ? ആ കമ്പനിയുടെ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന, ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഫീസ് മേടിക്കും. അവരിപ്പോ ഓരോരുത്തരും ചേർക്കുന്നതിനും ഒക്കെ എന്താണ്? TPA ഫീസ് മേടിക്കുന്ന ഏജൻസിയാണത്. അപ്പൊ എന്ത് നോക്കിയേ? ഫീസ് ഫ്രം ദ ഇൻഷുറൻസ് പ്രൊവൈഡർ വിച്ച് ഈസ് എ പെർസെന്റേജ് ഓഫ് ദ പ്രീമിയം. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം ഇല്ലേ, ആ പ്രീമിയം എമൗണ്ടിന്റെ എത്ര രൂപയാ ഫീസ്? 5.5% of the premium amount. അട്ടമായി ചെയ്തേ, ഞാൻ അല്ല ചോദിക്കാം കേട്ടോ. TPAയുടെ ഫീസ് എങ്ങനെയാ? ഇൻഷുറൻസ് പ്രൊവൈഡർ, അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എമൗണ്ട് ഇല്ലേ, ആ പ്രീമിയം എമൗണ്ടിന്റെ 5.5% ഫീസ് മേടിക്കും. എത്രയാണോ പ്രീമിയം അതിന്റെ 5.5% ഫീസ് TPA സ്വീകരിക്കും. അല്ലാതെ നിങ്ങളുടെ സർവീസ് ഒന്നും അല്ല അല്ലേ? അവർക്ക് വേറെ പണിയില്ലേ? ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പൈസ ഫീസ് മേടിക്കാതിരിക്കാൻ പറ്റുമല്ലോ? എത്ര ശതമാനം ആ പെർസെന്റേജ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതായത് നമ്മുടെ പ്രീമിയം തുകയുടെ 5.5% ഫീസ് ഇൻഷുറൻസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് TPA ഫീസ് മേടിക്കും. 5.5%. ഓപ്ഷൻസ് ഉണ്ടാകും കേട്ടോ. 8.5%, 10.5%, 20%, 60% എന്നൊക്കെ ഓപ്ഷൻസ് ഒക്കെ കാണും. പക്ഷെ നമ്മുടെ ഓപ്ഷൻ നോക്കാം, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എത്രയാ? 5.5% ആണ് പ്രീമിയം എമൗണ്ടിന്റെ TPA ഫീസ് ആയിട്ട് വാങ്ങുന്നത്. ഇനി അടുത്തതാണ് TPAയുടെ റോൾ. എന്താണ് ആ ഏജൻസി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് ആ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഏജൻസി അല്ലേ, എന്താണ് അവരുടെ റോള്, എന്താണ് അവർ ചെയ്യുന്നതെന്ന് നോക്കിയേ. വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസിലെ TPAയുടെ റോൾ എന്താ ചെയ്യണേന്ന് നോക്കിയേ. The role of the TPA in health insurance can be understood by the following points. Connection between insurance company and the policy holder. കുഞ്ഞിതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അത്രയും മാത്രം അണ്ടർലൈൻ ചെയ്യുന്ന സെന്റൻസ്. കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. അതാണ് TPA ചെയ്യുന്നത് അല്ലെ? കണക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ.
ഇൻഷുറൻസ് കമ്പനിയുടെയും പോളിസി ഹോൾഡറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്ട്ലി ആയിട്ടോ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി the policy holder meet the TPA is the most of the hospitalization claim cases. ഹോസ്പിറ്റലൈസേഷൻ ക്ലൈം കേസുകൾ അതില് എന്ത് ചെയ്യുന്നു, പോളിസി ഹോൾഡറിനെ മീറ്റ് ചെയ്യുന്നു. നമ്മളെ പോളിസി ഹോൾഡർ ഇൻഷുർഡിനെ TPA എന്ത് ചെയ്യുന്നു, അവരുടെ പൈസ കാര്യങ്ങളും ക്ലൈം കാര്യങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുന്നു, സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു ക്ലൈം കേസസിൽ. The TPA provides the policy holder with a unique identification number. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ആൻഡ് ID കാർഡ്, ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഒരു ID കാർഡ് TPA പ്രൊവൈഡ് ചെയ്യും. അല്ലെ, ഇൻഷുറൻസിന്റെ കാർഡിന്റെ ലിങ്ക്, അല്ലാതെ വെറുതെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ ഒരു കാർഡും അതിന് നിങ്ങൾക്ക് ഒരു നമ്പറും ഉണ്ട്, അവിടെ ID നമ്പറും ഉണ്ട്. വിച്ച് ഹെൽപ്സ് ഇൻ ക്ലൈം സെറ്റിൽമെന്റ്. അതെന്തിനാ, ക്ലൈം സെറ്റിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അല്ലെ, നമ്മുടെ ആ കാർഡില് എന്തുണ്ട്, ഒരു ID നമ്പറും ഉണ്ട്, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആൻഡ് ID കാർഡ് which helped in crime settlement. അപ്പൊ അതൊന്നും ആ സെന്റൻസ് കൂടി ഒന്ന് ചെയ്തിട്ടുണ്ടോ. അപ്പൊ TPA റോൾ പറയുമ്പോ ഇത് നോക്കിയാൽ മതി. എന്താണ് ഒരു റോള് പറഞ്ഞേക്കണേ, TPA എന്ത് ചെയ്യുന്നു, പോളിസി ഹോൾഡറിന് ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും കൊടുക്കും. അതെന്തിനു വേണ്ടിയാ കൊടുക്കുന്നേ, വിച്ച് ഹെൽപ്സ് ഇൻ ക്ലൈം സെറ്റിൽമെന്റ്. ആ ക്ലൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ചെയ്യുന്നത് ഐഡന്റിഫിക്കേഷൻ, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒന്നാമത്തെ റോളില് നമുക്ക് അത് നോക്കാം. രണ്ടാമത്തെയാണ് റെക്കോർഡ് മെയിൻ്റെനൻസ്. അത്രയും നോക്കിയാൽ മതിയാണ്, സിമ്പിൾ ആയിട്ടാ പറഞ്ഞു തന്നെ. റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്ത് റെക്കോർഡാ നോക്കിയേ, aid in maintaining necessary records related to policy holder when they are admitted as a patient. നമ്മൾ പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യൂലേ, പോളിസി ഹോൾഡർ ഇൻഷുർഡ് പോളിസി എടുത്ത ആള് പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ക്ലൈം കിട്ടാനും അത്യാവശ്യമായിട്ടുള്ള റെക്കോർഡുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡുകളും TPA മെയിൻറ്റെയിൻ ചെയ്യണം, പരിപാലിക്കണം. വെറുതെ TPA കമ്പനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂല. അപ്പൊ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആവൂലേ, പോളിസി ഹോൾഡർ, നമ്മളിപ്പോ ഇൻഷുറൻസ് എടുത്ത ആളാണ്, നമ്മള് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡുകളും ഈ TPA മെയിൻറ്റെയിൻ ചെയ്യണം, പരിപാലിക്കണം, നിലനിർത്തണം. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ഒരു റോളാണ് ക്ലൈം സെറ്റിൽമെന്റ്. ക്ലൈം സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരും. TPA guarantees smooth coordination between the hospital and the insurance company in the course of cashless claim settlement. In such cases, TPA offers back-end support. എന്താ back-end support എന്ന് പറയുന്നത്? അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ആയത് മുതൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്തൊക്കെ നമ്മൾ പോരൂലേ, അവസാനം വരെ എല്ലാ കാര്യങ്ങളും അതാണ്. എപ്പോഴും നമ്മൾ TPA സമീപിക്കുന്നു, അപ്പോ അത് മുതൽ അവസാന ഘട്ടം വരെയും ആ ക്ലൈം സെറ്റിൽ ചെയ്ത് ആ പ്രൊസീജിയർ തീരുന്നത് വരേക്കും എന്താ അവരുടെ കൂടെ നിൽക്കും. അതാണ് TPA ഓഫേഴ്സ് ബാക്ക്-എൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലൂലേ, അത് നമ്മള് ആ ഇപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോഴാണോ നമ്മൾ ഏജൻസിയിൽ നമ്മൾ TPA അറിയിക്കുന്നത്. അപ്പോ നമ്മൾ അത് അറിയിക്കും. എപ്പോഴും നമ്മൾ ആ TPA സമീപിക്കുന്നു അപ്പോൾ മുതൽ അവരുടെ ക്ലൈം സെറ്റിൽ ചെയ്ത് എല്ലാ പ്രോസസ്സും തീരുന്നത് വരെ അവര് കൂടെ നിൽക്കും. അല്ലാതെ ആദ്യത്തെ ഘട്ടം മാത്രം അല്ലെങ്കിൽ കുറച്ചു നേരം മാത്രം അങ്ങനെയല്ല, എല്ലാം സെറ്റ് ചെയ്യുന്നത് വരെ, ക്ലൈമൊക്കെ സെറ്റ് ചെയ്യുന്നത് വരേക്കും. അതാണ് പാക്കറ്റ്, അവസാനം വരെ കൂടെ നിൽക്കും. ക്ലിയർ ആയോ നോക്കിയേ? ക്ലൈം സെറ്റിൽമെന്റ് അതിന് ഹെൽപ്പ് ചെയ്യും. ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു നല്ലൊരു ഏകോപനം, ക്ലോസ് കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്നു. ഇതിന്റെ ഇൻ ദ കോഴ്സ് ഓഫ് ക്യാഷ്ലെസ് ക്ലൈം സെറ്റിൽമെന്റ്, പൈസ ഇല്ലാതെ ക്ലൈം സെറ്റിൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ആ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനി തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, സ്മൂത്ത് കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്നു. പിന്നെ നമ്മൾ സമീപിക്കുന്ന ഈ TPA സമീപിക്കുന്ന പേഷ്യൻസ് എപ്പോഴാണോ അവരെ സമീപിക്കുന്നത് അത് മുതൽ ക്ലൈം സെറ്റ് ചെയ്തിട്ട് അവസാന ആ പ്രോസസ്സ് വരെയും നമ്മുടെ കൂടെ
നിൽക്കും. അതുകൊണ്ടാണ് ബാക്ക് എൻഡ് സപ്പോർട്ട് അവസാനം വരെ കൂടെ നിൽക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ക്ലൈന്റ് സെറ്റിൽമെന്റ് എന്നുള്ളത് അത്ര അണ്ടർലൈൻ ചെയ്താൽ മതിയാവും. പിന്നെ അടുത്തതാണ് ഫുൾ ടൈം സപ്പോർട്ട്. എപ്പോഴും സപ്പോർട്ട്. മോസ്റ്റ് ഓഫ് ദ TPA ഹാവ് 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം. 24 മണിക്കൂറും 7 ഡേയ്സും കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം കൊടുത്തരുന്നുണ്ട് TPA, which is the policy holder can raise these enquiries and get feedback. ഉണ്ടോ? അപ്പൊ അത് അവരുടെ അന്വേഷണങ്ങള് ഉണ്ടാക്കാനും നമുക്ക് അതുപോലെ തന്നെ ഫീഡ്ബാക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്വീകരിക്കാനും പറ്റും. Which the policy holder എന്ന് പറഞ്ഞാൽ ഇൻഷുർഡ് പോളിസി ഹോൾഡർ ക്യാൻ റേസ് their enquiries. അവരുടെ അന്വേഷണങ്ങള് ഉയർത്താനും ഫീഡ്ബാക്ക് നേടാനും പറ്റും. 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫുൾ ടൈം സപ്പോർട്ട് എപ്പോഴും സപ്പോർട്ട് ഉണ്ട്. അത് എത്രയാണെന്നുള്ളത് കേട്ടോ. TPA have a 24/7 കസ്റ്റമർ സപ്പോർട്ട്. 12/7 ആകാം, 10/7 ആകാം, 24/7 ആകാം. ഓപ്ഷൻസ് നോക്കിയേക്ക. 24 മണിക്കൂർ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 24/7 എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യണം. ഫുൾ ടൈം സപ്പോർട്ട് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യണം. ഇനി അടുത്തതാണ് അഡീഷണൽ സർവീസസ്, മറ്റുള്ള സേവനങ്ങൾ. Most of the TPA also provide additional services such as അതുകൂടാതെ എന്തുകൂടി ചെയ്യുന്നുണ്ട്? ആംബുലൻസ് സർവീസ്, മെഡിക്കൽ സപ്ലൈസ് എക്സെട്ര ടു ദ പോളിസി ഹോൾഡർ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ കൂടി എന്താണ് ഈ TPA നമുക്ക് നടത്തി തരുന്നുണ്ട്. അഡീഷണൽ സർവീസസ്. അപ്പൊ TPAയുടെ റോള് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ന് ചോദിക്കാം. ഒന്നാമത്തെ നമുക്ക് TPA എന്താ തരുന്നത്? പോളിസി ഹോൾഡറിന് ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആൻഡ് ID കാർഡ് തരുമെന്ന് പറഞ്ഞു അല്ലെ? അത് ക്ലൈന്റ് സെറ്റിൽമെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന. ഇനി രണ്ടാമത്തെയാണ് റെക്കോർഡ് മെയിന്റനൻസ്. അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. അവിടെ നമ്മുടെ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ ആ പോളിസി ഹോൾഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡുകളും TPA പരിപാലിക്കണം. പിന്നെ അടുത്ത ക്ലൈന്റ് സെറ്റിൽമെന്റ്. അത്ര അണ്ടർലൈൻ ചെയ്തിട്ട് ക്ലൈന്റ് സെറ്റിൽമെന്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് ഫുൾ. അപ്പൊ TPA ഓഫേഴ്സ് ബാക്ക് എൻഡ് സപ്പോർട്ട്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് ആ പോയിന്റിന്റെ മൂന്നാമത്തെ പോയിന്റില് നമുക്ക് ബാക്ക് എൻഡ് സപ്പോർട്ട്, ഫുൾ ടൈം സപ്പോർട്ട് തന്നെയുണ്ട്. നമ്മള് അയാളെ സമീപിക്കുന്ന ആ ഏജൻസിനെ നമ്മൾ സമീപിക്കുന്ന സമയം മുതൽ എല്ലാം സെറ്റിൽ ചെയ്ത് എല്ലാ പ്രോസസ്സും കഴിയുന്നത് വരെ കൂടെ നിൽക്കും. ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടോണ്ട് പോകില്ല. മനസ്സിലായോ? TPA ഓഫേഴ്സ് ബാക്ക് എൻഡ് സപ്പോർട്ട്. പിന്നെ അടുത്താണ് ഫുൾ ടൈം സപ്പോർട്ട്. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ മറ്റുള്ള സർവീസുകൾ, അഡീഷണൽ സർവീസുകൾ, ആംബുലൻസ്, മെഡിക്കൽ സപ്ലൈസ്, പോളിസി ഹോൾഡേഴ്സ്, ഇത്രയും അഡീഷണൽ സപ്പോർട്ട് കൂടി തന്നെയുണ്ട്. ക്ലിയർ ആയോ നോക്കിയേ? 5 പോയിന്റ്സ്. ആ കുഞ്ഞിതായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചത് നോക്കണം കേട്ടോ. യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ID കാർഡ്, റെക്കോർഡ് മെയിന്റനൻസ്, ക്ലൈന്റ് സെറ്റിൽമെന്റ്, ഫുൾ ടൈം സപ്പോർട്ട്, അഡീഷണൽ സർവീസസ്. അത്രയും പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കുക. ഇനി അവിടെ അടുത്തത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, അവരുടെ പേരുകൾ. ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യയില് ഏജൻസിയുടെ പേരുകളാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. എക്സാമ്പിൾസ്. ഇന്ത്യയില് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ പേരുകളാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഏജൻസിയുടെ പേരുകളാണ്. ഇതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഏതൊക്കെയാണ്? യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഖ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, MD ഇന്ത്യ ഹെൽത്ത് കെയർ TPA സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, Paramount Health Services and Insurance TPA Private Limited, Meditech Services Limited, Heritage Health TPA Private Limited, Focus Healthcare Services TPA Private Limited, Medicare TPA Services Private Limited. Just the പേരുകൾ മാത്രം, ഏജൻസിയുടെ പേരുകളാണ്. ഇന്ത്യയിലെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഏജൻസിയുടെ പേരുകൾ, അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് അടുത്തത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലൈം നമുക്ക് കിട്ടുന്നത്? The processing a claim consists of the following strategies.
നിങ്ങൾ ക്ലെയിമൊക്കെ മേടിച്ചിട്ടുള്ളതൊക്കെ അറിയാലേ. നമുക്ക് അഡ്മിറ്റ് ആവുമ്പോ തുടങ്ങി നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് മുതല് നമുക്ക് ആ പൈസ കൈ കിട്ടുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. പ്രോസസ്സിംഗ് എ ക്ലൈം പ്രോസസ്സിംഗ് ആണ് ഇനി പറഞ്ഞേക്കുന്നത്. അത് ഈ പറഞ്ഞ ഓരോ പോയിന്റ് ഉണ്ട്, ഇത് തന്നെയാണ് തന്നേക്കുന്നത്. അത് നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് എന്താ, പ്രോസസ്സിംഗ് എ ക്ലൈം ആട്ടോ. ആ ഒരു ക്ലൈം പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകളാണ്, സ്റ്റേജസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത് എന്താ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, ഓൺ ഒക്കിയറിംഗ് ആൻ അൺഫോർച്ചുനേറ്റ് ഇവന്റ്. നമുക്ക് ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം, അല്ലാതെ വെറുതെ ക്ലൈം കിട്ടോ, നമുക്ക് വെറുതെ നമുക്ക് ക്ലൈം കിട്ടൂല. എപ്പോഴാ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളാ, നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം, ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അങ്ങനെ പറ്റുമ്പോൾ, അസുഖങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ അതൊരു നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമല്ലേ, ഭാഗ്യമുള്ളതൊന്നും അല്ലല്ലോ അല്ലെ. നമുക്ക് അസുഖം വരുന്നത് ഭാഗ്യമായ കാര്യമല്ലല്ലോ. അതാണ് അൺഫോർച്ചുനേറ്റ് ഇവന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ ഇൻസിഡന്റ് മസ്റ്റ് ബി ഇൻഫോംഡ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മിണ്ടാതെ വീട്ടിൽ കുത്തിരുന്നാൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുമോ ക്ലൈം? ഇൻഷുറൻസ് കമ്പനി നമ്മുടെ വീട്ടിൽ പിടിച്ച പൈസ കൊണ്ട് തരൂല. എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇൻഫോം ചെയ്യണം അവരെ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നോക്കിയേ, ദ ഇൻസിഡന്റ് മസ്റ്റ് ബി ഇൻഫോം ടു യുവർ ഇൻഷുറൻസ് പ്രൊവൈഡർ. നമ്മള് ഇൻഷുറൻസ് പ്രൊവൈഡറിനോട്, ഇൻഷുറൻസ് കമ്പനി ഏജൻസിയാണ്, ഈ ഏജൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഈ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായി, ഇങ്ങനെ അസുഖം എനിക്ക് വന്നു, ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് ഇന്നിങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ, അവസ്ഥയാണെങ്കിൽ നമ്മുടെ ആരാന്ന് വെച്ചാൽ ബന്ധപ്പെട്ടവര് എന്ത് ചെയ്യണം, ആദ്യം തന്നെ ആ കാര്യം അറിയിക്കണം. അതാണ് ഒന്നാമത്, ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കണം. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റൈസിംഗ് എ ക്ലൈം. അപ്പൊ നമ്മൾ ഇങ്ങനെ വിളിച്ച് പറയൂലേ, അറിയിക്കൂലേ, എനിക്ക് ഇങ്ങനെ അപകടം പറ്റി എന്നുള്ളത് ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കുന്നു. ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, റൈസിംഗ് എ ക്ലൈം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ എന്നെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലോ. The incident must be informed to your insurance provider. This process is known as dash. ആ ഇൻഷുറൻസ് പ്രൊവൈഡറിനെ നമ്മൾ ആ ഒരു സംഭവം അറിയിക്കുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താ, റൈസിംഗ് എ ക്ലൈം. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, റൈസിംഗ് എ ക്ലൈം. അടുത്ത് നോക്കിയെത്താ എന്താ ചെയ്യണ്ടേ, ഫയലിംഗ് എ ക്ലൈം ഇൻവോൾവ്സ്. ഫയൽ ചെയ്യണം, ആ ക്ലൈം ഫയൽ ചെയ്യണം. അതെങ്ങനെയാ, ഫില്ലിംഗ് ക്ലൈം ഫോം ഓൺ ദ ഇൻഷുറൻസ് വെബ്സൈറ്റ്. ആ ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യണം. അല്ലെങ്കിലോ ബ്രാഞ്ച് ഓഫീസ്, അതിന്റെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് വേണ്ടേ, നമ്മുടെ അല്ലേ ഇൻഷുറൻസിന് ശരണ്യ ആഗ്രഹിക്കുന്നു. നോക്കിയേ, നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടല്ലേ, അല്ലാതെ ഇങ്ങനെ അവര് ഊഹിച്ച നിന്റെ ഒരു അപകടം പറ്റി വല്ലവരോട് ചോദിച്ചു പറഞ്ഞ് വീട്ടിൽ വന്ന് നേരെ പൈസ തരികയല്ല. അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ടല്ലേ, കുറച്ച് നടക്കണം. നമ്മള് കാശ് നമ്മൾ മേടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടണം, വേണ്ടേ? നമുക്ക് എന്തായാലും അവര് വെറുതെ പൈസ, നമ്മൾ ചെറിയ എമൗണ്ട് പ്രീമിയം അടച്ചിട്ട് നമുക്ക് വലിയൊരു എമൗണ്ട് തന്നെയല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ത് ചെയ്യണം, ആ പ്രൊസീജിയർ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യണം. ആദ്യം അവരെ അറിയിക്കണം, രണ്ടാമത് എന്ത് ചെയ്യണം, അത് ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഫോം, ക്ലൈം ഫോം ഇൻഷുറൻസിന്റെ ഒന്നിന്റെ വെബ്സൈറ്റിൽ കയറി കുറച്ച് നടത്തിക്കും. ശരിയാ, കുറച്ച് അവര് നടത്തിക്കൂന്ന്, വെറുതെ പൈസ അറിയില്ല അല്ലെ. പൈസ അവരുടെ കയ്യിൽ നിന്ന് തരുമ്പോ നമ്മള് നടത്തിക്കും. ശരിയാ, ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ, ആ കമ്പനിയുടെ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി ഫോം ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ച് ഓഫീസിൽ കയറിയിട്ടും ബ്രാഞ്ച് ഓഫീസിൽ പോയി നേരെ ഫോം ഫില്ല് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ എന്ത് ചെയ്യാം, ഫില്ലിംഗ് അപ്പ് ക്ലൈം ഫോം. അണ്ടർലൈൻ ചെയ്തോട്ടെ, അതൊന്ന് വെറുതെ നമുക്ക് ഇൻഫോം ചെയ്യണം. ഇൻസിഡന്റ് മസ്റ്റ് ബി ഇൻഫോംഡ്. ഇൻസിഡന്റ് ആ സംഭവം അറിയിക്കണം. രണ്ടാമത് നമ്മൾ ഫില്ലിംഗ് അപ്പ് ക്ലൈം ഫോം ഫില്ല് ചെയ്യണം. ഇനി എന്താ, documents that support the authenticity of the claim must be submitted. ഇനി എന്താ ചെയ്യണ്ടേ, നമ്മൾ വെറുതെ ഫോം ഫില്ല് ചെയ്ത പോലെ അതിന്റെ ഡോക്യുമെന്റ്സ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, വേണ്ടേ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കിടന്നു പറഞ്ഞ പോലെ ആ ബില്ലുകൾ വേണം. ഡോക്ടറിന്റെ സൈൻ ചെയ്ത് ഹോസ്പിറ്റലിന്റെ സീല് വെച്ചിട്ട് ആ ബില്ല്, ഡിസ്ചാർജ് ആണെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ള എല്ലാം നമ്മളിപ്പോ
സ്കാൻ ചെയ്ത ലബോറട്ടറിയിലായെങ്കിൽ അവിടുത്തെ ബില്ല് എല്ലാം അതിന്റെ നമുക്ക് എന്താ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഡോക്യുമെന്റ്സ് ദാറ്റ് സപ്പോർട്ട് ദ ഒതൻസിറ്റി. ഒതൻസിറ്റി എന്ന് വെച്ചാൽ കൃത്യത, നമ്മൾ അതിന്റെ കൃത്യതയെ കാണിക്കുന്ന, വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് അവർക്ക് എവിഡൻസ് വേണം, ക്ലിയർ എവിഡൻസ് വേണം. അവര് പൈസ തന്നെങ്കിൽ അതിന്റെ കൃത്യത കാണിക്കുന്ന, ആ സംഭവത്തിന്റെ കൃത്യത കാണിക്കുന്ന ഡോക്യുമെന്റ്സ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. വല്ല അപകടം പറ്റിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല വണ്ടി ഇതായി കഴിഞ്ഞാൽ അങ്ങനെ വണ്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ അതിന് കൊടുത്ത് വെക്കാം. നമുക്ക് ഡോക്യുമെന്റ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്യാം. നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കാര്യമാണ്. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാം. ഇൻഷുറൻസ് അടുത്ത് നോക്കി, അടുത്ത പോയിന്റ്, then the insurance provider review the claim evaluating its validity. ഇൻഷുറൻസ് പ്രൊവൈഡർ ആ കമ്പനി ചെയ്യും, ആ ക്ലൈം റിവ്യൂ ചെയ്യും, അവലോകനം ചെയ്യും. എന്നിട്ട് അതിന്റെ സാധ്യത വാലിഡിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യും. വാലിഡിറ്റി കൊടുത്തപ്പോ തന്നെ അവര് തരുമൊന്നുമില്ല, അത് ആ ക്ലൈം റിവ്യൂ ചെയ്യും, അതിനൊന്ന് അവലോകനം ചെയ്യും, അതിന്റെ വാലിഡിറ്റി അവര് ഇവാലുവേറ്റ് ചെയ്യും. ഇനി അടുത്തത് എന്താണ്? ഇവാലുവേറ്റ് ചെയ്തിട്ടേ തരുള്ളൂ. ശരി, ഇനി അടുത്തത് എന്താ ചെയ്യണേന്ന് നോക്കിയേ. If it fulfills the terms and conditions stated in your policy, the insurer approves the claim. ഇനി എങ്ങനെയാ? നമ്മുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയും, കറക്റ്റ് ഡോക്യുമെന്റ് വെക്കാൻ പറയും, ഡിസ്ചാർജ് സമ്മറി വെക്കാൻ പറയും. അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സുകളും എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആ പോളിസി പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവിടെ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദി ഇൻഷുറർ അപ്രൂവ്സ് ദ ക്ലൈം. അവര് ക്ലൈം അപ്രൂവ് ചെയ്യും, അംഗീകരിക്കും. അല്ലെ, ആ ക്ലൈം അവര് അപ്രൂവ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ മാത്രം എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ, ടേംസ് ആൻഡ് കണ്ടീഷൻസും അവരവിടെ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറർ ആ ക്ലൈം എന്ത് ചെയ്യും? അപ്രൂവ് ചെയ്യും. അപ്രൂവ്സ് ദ ക്ലൈം. ഇൻഷുറർ ആ ക്ലൈം അവര് അപ്രൂവ് ചെയ്യും. ഇനി വൺസ് അപ്രൂവ്ഡ്, ഇനി ഒരു പ്രാവശ്യം അവിടെ അപ്രൂവ് ചെയ്താലോ, ദി ഇൻഷുറൻസ് കമ്പനി വിൽ പേ ദ ബെനിഫിറ്റ് സ്റ്റേറ്റഡ് ഇൻ യുവർ പോളിസി ഡോക്യുമെന്റ്. അവരത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ആ പേയ്മെന്റ് ബെനിഫിറ്റ് അത് അവർ തരും. ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലൈംസ്, LIC ഒക്കെ ആണെങ്കിൽ യുവർ ബെനിഫിഷ്യറി റിസീവ് ദ പേ ഔട്ട്. നമുക്ക് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളത് തന്നിട്ടുണ്ട് കേട്ടോ. LIC-യില് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പൈസ ക്യാഷ് ആയിട്ടാണ് തരുന്നത്. LIC-യില് എങ്ങനെയാണ്? ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലൈം, LIC-യില് യുവർ ബെനിഫിഷ്യറി റിസീവ് ദ പേ ഔട്ട്, പൈസ ക്യാഷ് ആയിട്ടാണ് തരുന്നത്. ഈ പേ ഔട്ട് മീൻസ് the sum of money. Payout എന്ന് പറഞ്ഞാൽ എന്താ? The sum of money given to a policy holder when a claim is accepted. Claim അവർ സ്വീകരിച്ചു, ആ ക്ലൈം അക്സെപ്റ്റ് ചെയ്തിട്ട് പോളിസി ഹോൾഡറിന് എന്ത് ചെയ്യുന്നു? പൈസ തരുന്നു. ആ പൈസ തരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പേ ഔട്ട് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്ത് വെച്ച് ഒരു ക്ലൈം സ്വീകരിക്കുമ്പോൾ പോളിസി ഹോൾഡറിന് ആ ഇൻഷുർഡിന് എന്ത് ചെയ്യുന്നു? നൽകുന്ന തുകയാണ് സം ഓഫ് മണി, പൈസയാണ് പേ ഔട്ട്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അതാണ് അത്രയും കാര്യങ്ങളൊക്കെയാണോ നോക്കിയേ. ഒന്നാമത്തെ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമുക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായി, എനിക്ക് അസുഖം വന്നു എന്നുള്ള കാര്യം എന്താണോ ആ സംഭവം നമുക്ക് പറ്റിയത് അത് ആദ്യം തന്നെ അറിയിക്കും. ഒന്നാമത്. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം? അറിയിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ലിംഗ് അപ്പ് ക്ലൈം ഫോം. ക്ലൈം ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ഒന്നില്ലെങ്കിൽ ഇൻഷുററിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടാകാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് ആ ക്ലൈം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സും കൂടി സബ്മിറ്റ് ചെയ്യണം. അതിന്റെ കൂടെ വല്ല ഫോട്ടോയോ ഇതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഡിസ്ചാർജ് സമ്മറി, പിന്നെ നമ്മൾക്ക് അവിടെ വന്ന ബില്ലുകള് തരാനും അതിന്റെ അങ്ങനെയുള്ള ആ സംഭവത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകളെല്ലാം സബ്മിറ്റ് ചെയ്യണം. പിന്നെ അടുത്തത് അവരെന്ത് ചെയ്യും? അതിന്റെ വാലിഡിറ്റി ചെയ്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ ഇൻഷുറൻസ് കമ്പനി റിവ്യൂ ചെയ്യും, വാലിഡിറ്റി വാല്യൂറ്റ് ചെയ്യും.
ഇനി എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവർ പറഞ്ഞ പോളിസിയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറർ എന്ത് ചെയ്യും? ആ ക്ലൈമിന് അവർ അപ്രൂവ് ചെയ്യും. ഇൻഷുറർ ക്ലൈമിന് അപ്രൂവൽ കൊടുക്കും. ഓക്കെ, ഇനി അപ്രൂവൽ കൊടുത്താലോ എന്ത് ചെയ്യുന്നു? നേരെ ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് കൊടുക്കും. എത്ര രൂപയാന്ന് വെച്ചാൽ ആ ടൈപ്പ് അവര് കൊടുക്കും. LIC-യിലാണെങ്കിൽ യുവർ ബെനിഫിഷ്യറി റിസീവ് പേ ഔട്ട് പൈസ ആയിട്ടാണ് തരുന്നത്. പേ ഔട്ട്, ഈ പേ ഔട്ട് എന്ന് പറഞ്ഞാൽ പേ ഔട്ട് മീൻസ് എ സം ഓഫ് മണി ഗിവൺ ടു എ പോളിസി ഹോൾഡർ വെൻ എ ക്ലൈം ഈസ് അക്സെപ്റ്റഡ്. ഒരു ക്ലൈം സ്വീകരിക്കുമ്പോൾ പോളിസി ഹോൾഡറിന് നൽകുന്ന പൈസ, അതാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് 2, 4, 5 സ്റ്റെപ്പാണ്. 6th സ്റ്റെപ്പ് വരെ, 6ാമത്തെ പോയിന്റ് വരെ നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തിയത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണോട്ടോ. ഇനി ഒരു കുഞ്ഞ് പേജ് കൂടി ഉള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് കേൾക്കാം. എന്തായാലും ഒന്നും തീരില്ല. ഒരു എടുത്താലും പിന്നെ ഒരു ഇൻഷുറൻസ് ബജാജ് ആരോഗ്യത്തിന്റെ ക്ലൈം പ്രോസസ് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കുറച്ച് ഒരു കുഞ്ഞിത് കൂടി ഉള്ളൂ. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. ഓക്കെ, നല്ല ചാപ്റ്റർ അല്ലാട്ടോ ഇൻഷുറൻസ്? നല്ല ചാപ്റ്റർ അല്ലേ? കുറെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റണ്ടേ അല്ലെ? അറിയാൻ പറ്റും നമുക്കൊരു ഓക്കെ. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? വിശക്കുന്നുണ്ടോ? പിള്ളേരെ വിശപ്പായി തുടങ്ങിയോ? ഭക്ഷണം കഴിക്കാറായോ? ഇല്ല, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയത്? നോമ്പാണ്. അപ്പൊ എന്നാല് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു പേജ് കൂടി ഉള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം കേട്ടോ. ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആക്കാം അടുത്ത ക്ലാസ്സോട് കൂടി. അപ്പൊ എല്ലാവരും പോയി, നോക്കില്ലാത്ത കുട്ടികളൊക്കെ പോയി വേഗം ഭക്ഷണം കഴിക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.